എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഈ രാവിലെ എഴുന്നേറ്റുടനെ ബെഡിൽ നിന്ന് കാല് വെക്കുമ്പോഴത്തേക്ക് കാലിൻ്റെ അടിയിൽ വേദന അനുഭവപ്പെടാറുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഓവറായിട്ട് വെയിറ്റ് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വേദന കാലിൻ്റെ അടിഭാഗത്ത് വേദന വരാറുണ്ടോ? ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അത് മടമ്പിൻ്റെ ഭാഗത്തായിരിക്കാം ആ വേദന വരുന്നുണ്ടായിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തോട്ട് കാലിൻ്റെ അടിയുടെ ഉൾഭാഗത്തോട്ട് ആ വേദന ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേദന വരാറുണ്ടോ? ചിലർക്ക് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന അപ്പം അങ്ങോട്ട് വേദന കഠിനമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും. പിന്നെ ഒന്നിങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് വേദന മാറാറുണ്ട്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ നടക്കും തോറും ഈ വേദനയുടെ ബുദ്ധിമുട്ട് കൂടാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ കണ്ടീഷനാണ് പ്ലാന്റർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അതായത് നമ്മുടെ അടിഭാഗത്ത് കാലിൻ്റെ അടിഭാഗത്തുള്ള ഫേഷ്യ, അതായത് മസിൽസിന് ഉണ്ടാകുന്ന നീർക്കെട്ടോ ഇൻഫ്ലമേഷനോ കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ വേദനയ്ക്ക് കാരണമാകാറുള്ളത്. നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്? നമ്മുടെ ഈ ഫേഷ്യ എന്ന് പറഞ്ഞല്ലോ, ഈ മസിൽ ലെയറിന് എന്തെങ്കിലും ചെറിയ പൊട്ടലോ അല്ലെങ്കിൽ ചെറിയ സ്ട്രെയിനോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത്തരത്തിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് പലപ്പോഴും അതികഠിനവും അതിബുദ്ധിമുട്ടും ഉള്ള വേദനയായിട്ടാണ് വരാറുള്ളത്. അതുമല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് നമുക്ക് ഈ മടമ്പിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ എല്ല് വളർച്ച ഉണ്ടാവാറുണ്ട്. അതിനെയാണ് കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത്. ഈ എല്ല് വളർച്ച എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പലപ്പോഴും ഓവറായിട്ട് കാൽസ്യം ഡെപ്പോസിഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ചെറിയ ഒരു കൊക്ക പോലെ അല്ലെങ്കിൽ ചെറിയ ഒരു ചെറുനാക്ക്, നമ്മുടെ ഈ ചെറുനാക്കൊക്കെ അല്ലേ, അതേപോലെ ചെറിയ ഒരു പൊസിഷനിലായിരിക്കും ആ എല്ല് വളർച്ച ഉണ്ടാവാറുള്ളത്. ഇതും പലപ്പോഴും നമ്മുടെ ഈ അടിഭാഗത്തുള്ള മസിൽസിനെ ഇത് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മൾ നടക്കുമ്പോഴൊക്കെ ഇതിലിങ്ങനെ കുത്തി 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 വേദന ഉണ്ടാവാൻ തുടങ്ങും. അപ്പോഴും ഇത്തരത്തിൽ നമുക്ക് അടിഭാഗത്ത് ഈ മസിലിന് വേദന അനുഭവപ്പെടാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക്, അതായത് ഈ ശരീരഭാരം എല്ലാം ഈ മസിൽ ലെയർ അല്ലേ താങ്ങി നിൽക്കുന്നുണ്ടായിരിക്കുക, അത് പലപ്പോഴും ഇത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ വേദന വളരെ കോമൺ ആയിട്ട് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഹീൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇത്തരത്തിൽ ഈ അടിഭാഗത്തുള്ള മസിൽസ് കറക്റ്റ് പൊസിഷൻ അല്ലാത്തത് കൊണ്ട് സ്ട്രെച്ച് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്, അപ്പോഴും ഈ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദനയെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേതായിട്ട് നമ്മളൊരു ബോട്ടിൽ വെള്ളം നിറച്ച് എടുക്കുക. ആ ബോട്ടിലിൻ്റെ മേലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ഇതേപോലെ ബോട്ടിലിൻ്റെ മേലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇതൊരു 15 തവണ ഒരു 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അതല്ല ഈ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ക്രിക്കറ്റ് ബോളില്ലേ, നോർമൽ ചെറിയ ബോൾ, ഈ ക്രിക്കറ്റ് ബോളിൻ്റെ മേലെയോ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് റോൾ ചെയ്ത് കൊടുക്കുന്നത് ഈ വേദനയും നീർക്കെട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് നന്നായിട്ട് നീട്ടി വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. മസിലിൻ്റെ ഈ ഭാഗം നന്നായിട്ട് കാലിൻ്റെ അടിഭാഗം സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇത് ചെയ്ത് കൊടുക്കുന്നതും ഈ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലെയിൻ സർഫസിൽ ഒരു ടവൽ ഇടുക. ഈ ടവല് വിരലുകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന രീതിയിൽ പിക്ക് ചെയ്ത് പോകുന്നതും ഈ മസിൽസിൻ്റെ ഒന്ന് റിലാക്സ് ആവാനും സർക്കുലേഷൻ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുക. അതിനുശേഷം അതെടുത്തിട്ട് ഒരു 2 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒരു ചൂടുവെള്ളത്തിൽ ഒരു 2 മിനിറ്റ് കാല് മുക്കി വയ്ക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് കാല് മുക്കി വയ്ക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം നിൽക്കുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. പിന്നെ മറ്റൊന്ന് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓവർ വെയിറ്റ് ഉള്ള സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ
കൂടുതൽ നേരം കിച്ചണിലായിരിക്കുമല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് പച്ചക്കറി അരിയാൽ അതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾ ഇരുന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നിൽക്കുന്ന ശീലം മാക്സിമം ഒഴിവാക്കുകയും ചെയ്യുക. പിന്നെ അതുകൂടാതെ തന്നെ ഇടയ്ക്കൊന്ന് വൈറ്റമിൻ ഡിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മസിൽസിന് വേദനയും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇത് പലർക്കുള്ള ഡൗട്ടായിരിക്കും, ഇത് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഈ കാലിൻ്റെ മസിൽസിൻ്റെ പ്രശ്നം മാത്രമാണോ അതോ ഈ എല്ല് വളർച്ചയാണോ എന്നുള്ളത് നമുക്കതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അത് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എക്സ്റേയിൽ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കൊക്ക് അല്ലെങ്കിൽ ഒരു കുളത്തുള്ള പോലെ നമ്മുടെ മടമ്പിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ എല്ല് വളർച്ച അല്ലെങ്കിൽ കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുണ്ടെന്നുണ്ടെങ്കിലും ഈ മസിൽസിന് സ്ട്രെച്ച് കാരണം ഈ വേദനയും കാര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹീൽസ് കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് ഒരിക്കലും ബാലൻസ്ഡ് അല്ല. ഹീൽസ് ഉപയോഗിക്കുന്ന സമയത്ത് അത് പലപ്പോഴും നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്കൊക്കെ സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലാണ്. ഈ സ്ട്രെയിൻ കൊടുക്കുന്നതും ഈ മസിൽസ് വീക്ക് ആവാനും അതുപോലെ തന്നെ ഇതിൽ നീർക്കെട്ട് കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് വേണം അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിന് ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റേണ്ടതായിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ല് വളർച്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. എക്സാമ്പിളായിട്ട് പാല്, മുട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഇൻടേക്ക് ഒന്ന് കുറയ്ക്കുക. അതല്ലാത്ത ഭക്ഷണം നിങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ബോഡിയിലുള്ള നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന എല്ലാ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതെല്ലാം നീർക്കെട്ട് കുറയ്ക്കാൻ, അതായത് മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്തരത്തിലുള്ള എല്ലാ ഭക്ഷണങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തുക. കാരണം അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ ഈ നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തിട്ടും വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഹോമിയോപ്പതിയിൽ നിന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അത് തന്നെ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ജർമ്മൻ പൊട്ടൻസീസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. എന്താണ് കാരണം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കംപ്ലീറ്റ് ആയിട്ട് ക്യൂറ് കിട്ടുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.